ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒരു അരിപ്പൊടിൻ്റെ ഒരു റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് അരിയും കടലയും എള്ളും പഞ്ചസാരയും ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്താലും പിന്നീട് നമുക്ക് ഇത് എന്താ പറയുക കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടി അരി നല്ലവണ്ണം വറുത്തെടുക്കുക. പിന്നെ എള്ളുണ്ടല്ലോ, എള്ള് നമ്മൾ ഈ അരി വറുക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. കഴുകി നല്ലവണ്ണം വാഷ് ചെയ്ത് വെക്കുക. അരി വറുത്തതിന് ശേഷം അതിലേക്ക് ആ പാനിലേക്ക് തന്നെ കടല, ഞാനിവിടെ 2.5 കിലോന് അരിയും റേഷൻ പീടികയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 2 കിലോ കടല എടുത്തിട്ടുണ്ട്, 1 കിലോ എള്ളും. ഇതാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി, അതായത് കുറച്ച് അധികം വേണം, അതായത് മോനക്ക് കൊടുത്തയക്കും വേണം. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിത് കഴിച്ചിട്ട് നല്ല പാലുണ്ടാവാറുണ്ട് കേട്ടോ. കാരണം പൊതുവേ നല്ലതാണല്ലോ നമ്മൾ പ്രസവിച്ചത് പെണ്ണുങ്ങൾക്ക് തടി വെക്കാനും. പിന്നെ എൻ്റെ മോനക്ക് ഇത് ഞാൻ കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അവൻ അത്യാവശ്യം വെയിറ്റും കൂടിയിട്ടുണ്ട്. അവൻ ആകെ മെലിഞ്ഞൊരാളായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മൾ അരിയും കടലയും വറുത്ത് വെച്ചതാണിത്. ഇത് രണ്ടും കൂടി മിക്സാക്കി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുത്തു നോക്കുക. ഈ മഴത്തൊക്കെ ഇത് മക്കൾക്ക് നല്ല റിസൾട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എള്ളും ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട്. എള്ള് പിന്നെ കഴുകിയതായതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം വറക്കണം കേട്ടോ. നല്ലവണ്ണം വറക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് കാലം നിൽക്കണമല്ലോ. അപ്പോൾ ഈ മിക്സിയിലോ നമ്മൾ ഈ എടുത്ത സാധനത്തിലോ ഒന്നിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. എന്നാൽ ഇത് നമുക്കൊരു 2-3 മാസം ഉണ്ടാക്കി എടുക്കുക. ഞാൻ ഇതൊരു 4 മണിക്ക് ഈ ഒരു ജോലി തുടങ്ങിയിട്ട് ഒരു 6 മണീൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അടുപ്പത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുറച്ച്, അതായത് നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാലും നമുക്കത് ഒരുപാട് ദിവസത്തിനുണ്ടാവും. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പറ്റ തൂക്കക്കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുറേശ്ശെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ആദ്യം പൊടിച്ചെടുത്തു. പിന്നെ ആ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് എടുക്കുന്ന എന്തിനാ വെച്ചാൽ ഇനി പഞ്ചസാരയിലുള്ളതോ എന്തെങ്കിലും കുറച്ചൊരു ജലത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് പോവാനാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതാ വറുത്ത് പിന്നെ ഒന്ന് എടുക്കുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് എടുത്ത് പിന്നെയും അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മക്കൾക്ക് ഫലം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബായ്.